video കൊണ്ട് we found the general equation of a modulated signal എന്താണ് AC sin omega CT plus mu AC by 2 bracket right cos omega C minus omega MT minus cos omega m plus omega ct അല്ലെങ്കിൽ omega c plus omega t റൈറ്റ്. ഇതാണ് നമ്മൾ ജനറൽ ഫോമിലായിട്ട് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ മ്യൂ എ സി ബൈ 2 രണ്ട് ടേംസിന് കൊടുക്കാം കേട്ടോ. റൈറ്റ്, ദിസ് ഈസ് ജനറൽ ഇക്വേഷൻ ഫോർ എ മോഡുലേറ്റഡ് സിഗ്നൽ. ക്ലിയർ. അപ്പോൾ ഒരു ബേസിക് മോഡുലേഷനിൽ എന്താണ്, ഒരു ബേസിക് മോഡുലേറ്ററായിട്ട് നമ്മൾ കൂടുതലും പഠിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. റൈറ്റ്, കൂടുതലും നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ സെക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് കൂടുതലും പഠിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു മെസ്സേജ് സിഗ്നലിലേക്ക് വരുമ്പോൾ അല്ലേ, അപ്പോൾ ശരിക്കും എന്താ നടക്കണേ, സപ്പോസ് ഇതിന് നമ്മൾ ബേസിക് മോഡുലേറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കുറച്ച് കൂടുതൽ പഠിക്കാൻ പോവാണ് കേട്ടോ. റൈറ്റ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് സിഗ്നൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മെസ്സേജ് സിഗ്നലിൻ്റെ കൂടുതൽ കാരിയർ സിഗ്നൽ കൂടി കൊടുക്കും അല്ലേ. അപ്പോൾ AM sin omega t ആണ് മെസ്സേജ് സിഗ്നൽ. അതിനെ കയറ്റിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു കാരിയർ വേവ് sin omega CT എന്നുള്ളൊരു കാരിയർ വേവും ഉണ്ട് അല്ലേ. ഇത് മെസ്സേജും കാരിയർ വേവും കൂടിയിട്ടുള്ളൊരു സെക്ഷൻ എക്സ് ഓഫ് ടി, ഇത് ടൈം വേരിയിങ് ആണല്ലോ രണ്ടും, അങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ അതിനൊരു സ്ക്വയർ വേവ്, ശരിക്കും ഇങ്ങനെയാണ് ബേസിക്കലി ഒരു മോഡുലേഷനിൽ നടക്കുന്നത്. റൈറ്റ്, അതൊരു സ്ക്വയർ ലോ ഡിവൈസ്, റൈറ്റ്, സ്ക്വയർ ലോ ഡിവൈസിൽ കൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സിഗ്നലിനെ നമ്മൾ y ഓഫ് ടി എന്ന് പറയും. റൈറ്റ്, ഈ y ഓഫ് ടി എന്ന് പറഞ്ഞാണ് ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റായിട്ട് എന്താ ചെയ്യുക, ഒരു കാരിയർ വേവും ഒരു മെസ്സേജ് സിഗ്നലിനെയും മിക്സ് ചെയ്യും ഫസ്റ്റ്. റൈറ്റ്, ആ മിക്സ് ചെയ്തിട്ടുള്ള ഫോമിനാണ് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അതൊരു സ്ക്വയർ ലോ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു പൾസസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്ക്വയർ ലോ ഡിവൈസ്. അതിൽ നിന്ന് എനിക്ക് ഔട്ട്പുട്ടായിട്ട് y ഓഫ് ടി എന്ന് വരുന്നത്, ആ y ഓഫ് ടി സിഗ്നൽ വിൽ ബി എ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഈ y ഓഫ് ടീനെ എനിക്ക് എഴുതുന്ന എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് എക്സ് ഓഫ് ടി ആസ് ഒരു bx ഓഫ് ടി പ്ലസ് cx സ്ക്വയർഡ് ഓഫ് ടി ഫോർമുലയ്ക്ക് എനിക്ക് എഴുതാൻ പറ്റും. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇഫ് എക്സ് ഓഫ് ടി, ഇതിൻ്റെ പണിയാണ് കേട്ടോ. സ്ക്വയർ ലോ ഡിവൈസ് എന്താ ചെയ്യുക, ഇഫ് എനി ഫംഗ്ഷൻ എക്സ് ഓഫ് ടി കംസ് ഇൻ ടു ഇറ്റ് ജനറേറ്റ്സ് എൻ ഔട്ട്പുട്ട് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ ഇതിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് c ഇൻറ്റു എക്സ് സ്ക്വയർ ഓഫ് ടി. ഈ വന്ന ഫംഗ്ഷനെ സ്ക്വയർ ചെയ്തിട്ടും സ്ക്വയർ ചെയ്യാത്തൊരു ഫംഗ്ഷൻ്റെയും രണ്ട് കോൺസ്റ്റൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു സമ്മായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഉത്തരം ഉണ്ടാക്കുക എന്നുള്ള ഡിവൈസാണ് സ്ക്വയർ ലോ ഡിവൈസ്. റൈറ്റ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ തിയററ്റിക്കലായിട്ടൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ടും നമുക്ക് അതേ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മളിനി ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ y ഓഫ് ടി അല്ലേ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വി ഹാവ് ഗോട്ട് ഹിയർ. റൈറ്റ്, y ഓഫ് ടി ഇസ് ഈക്വൽ ടു bx ഓഫ് ടി എന്നല്ലേ പറഞ്ഞിട്ടുള്ള. എക്സ് ഓഫ് ടി എന്താണ്, സം ഓഫ് മെസ്സേജ് ആൻഡ് കാരിയർ സിഗ്നൽ. അപ്പോൾ AM sin omega mt plus AC sin omega CT അല്ലേ, പ്ലസ് C, പിന്നെന്താ cx സ്ക്വയർഡ് ഓഫ് ടി അല്ലേ, അതെന്താ AM sin omega mt പ്ലസ് AC sin omega CTൻ്റെ സ്ക്വയർ. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇനി മാത്സ് ആണ് കേട്ടോ. ഇസ് ഈക്വൽ ടു b AM ഇതെന്ത് എഴുതാത്ത AM റൈറ്റ് സൈൻ ഒമേഗ mt പ്ലസ് BAC സൈൻ ഒമേഗ CT പ്ലസ്, ഇനി ഇതിനെ ഫുള്ളായിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. C റൈറ്റ് ബ്രാക്കറ്റ് AM സ്ക്വയർഡ് A പ്ലസ് B ഹോൾ സ്ക്വയർഡ് അല്ലേ, AM സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ t പ്ലസ് AC squared sin squared omega CT plus 2AM AC sin omega MT sin omega CT. Omega CT. Clear on the right?
നമ്മൾ ഇനി സി എന്ന ടേം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം മാത്സ് ആണ് കേട്ടോ. റൈറ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ബി, ഇതെന്താണോ ബി ഇവിടെ എഴുതാത്ത, ബി എ എം സൈൻ ഒമേഗ എം ടി റൈറ്റ് പ്ലസ് ബി എഴുതുന്നില്ലല്ലോ, പ്ലസ് ബി എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എ എം സ്ക്വയർഡ് സി സൈൻ സ്ക്വയർഡ് ഒമേഗ എം ടി പ്ലസ് എ സി സ്ക്വയർഡ് സി സൈൻ സ്ക്വയർഡ് ഒമേഗ സി ടി പ്ലസ് 2am എ സി സി സൈൻ ഒമേഗ എം ടി സൈൻ ഒമേഗ സി ടി. കിട്ടിയോ? റൈറ്റ്, ഇനി ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് അറിയാവുന്ന ഫങ്ഷൻസ് നോക്കിയേ. സൈൻ സ്ക്വയർഡ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2a/2. റൈറ്റ്, അതേമാതിരി സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇങ്ങനൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. സൈൻ സ്ക്വയർഡ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2a/2. അതേമാതിരി സൈൻ എ സൈൻ ബി ഇസ് ഈക്വൽ ടു 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം ട്രിഗ്നോമെട്രിയിൽ. എന്തിനാ? നമുക്കിവിടെ സൈൻ സ്ക്വയർഡ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, സൈൻ സ്ക്വയർഡ് ഒമേഗ സി ടി അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനെ എനിക്ക് റീപ്ലേസ് ചെയ്യാം ഇത് വെച്ച്. അതേമാതിരി സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ എടുക്കുന്നത് ഇവിടെ അല്ലേ. ഇതിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ക്ലിയർ? സോ വൈ ഓഫ് ടീനെ എഴുതുന്നത് ശ്രദ്ധിക്കുക. ബി എ എം സൈൻ ഒമേഗ എം ടി പ്ലസ് ബി എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എ എം സ്ക്വയർഡ് സി ബൈ 2. മനസ്സിലാവുണ്ടോ? 1/2 ഇത് രണ്ടിടത്തും ഓക്കെ. ഇവിടെ എ എം സ്ക്വയർഡ് സി ഇൻറ്റു 1 മൈനസ് 2 കോസ് 2a എന്ന് പറയുമ്പോൾ കോസ് 2 ഒമേഗ ടി ബൈ 2 അല്ലേ. അല്ലേ? ആ 1/2 എനിക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് വിടുമോ? ഈ 1/2 അത് എഴുതിയെന്നുള്ള എ എം സ്ക്വയർഡ് സി ബൈ 2 1 മൈനസ് കോസ് 2 ഒമേഗ എം ടി റൈറ്റ് പ്ലസ് എ സി സ്ക്വയർഡ് സി ബൈ 2 1 മൈനസ് കോസ് 2 ഒമേഗ സി ടി എഴുതാലോ. പ്ലസ് ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ എഴുതുന്നത്? ഇവിടെ 2am എ സി അല്ലേ, അതിൻ്റെ കൂടെ സി ഉണ്ട് അല്ലേ. പ്ലസ് 2am എ സി റൈറ്റ്, പിന്നെ ഒരു സി അല്ലേ, സോറി സി. പിന്നെ നോക്കിയേ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സൈൻ സ്ക്വയർ ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ സി ടിക്ക് പകരം 1/2 കോസ് ഒമേഗ എന് പകരം ഒമേഗ സി എടുക്കാണ് കേട്ടോ. 1/2 കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം മൈനസ് കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ടിൻ്റെ ഫോമിലേക്ക് എഴുതുക. അപ്പോൾ 1/2 പുറത്തേക്ക് ഉണ്ടല്ലോ, ആ 1/2 ഞാൻ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ 2 ക്യാൻസലായി കിടക്കുന്നുണ്ട് കേട്ടോ. റൈറ്റ്, കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ടി മൈനസ് കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ടി. റൈറ്റ്, അവിടെ എത്ര നീണ്ടെന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടിയില്ലേ. ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടൊന്ന് എഴുതട്ടെ. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ബി എ എം സൈൻ ഒമേഗ എം ടി പ്ലസ് ബി എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് ഈ സി അതിൻ്റെ ടേംസില്ലേ, ഈ സി എന്ന് പറഞ്ഞാൽ എ എം സ്ക്വയർഡ് ബൈ 2 എന്ന് എടുക്കണില്ലേ ഇവിടെ. അതൊന്ന് ഞാൻ എടുത്ത് വയ്ക്കണം കേട്ടോ. സി അത് ഞാൻ സി ആദ്യം എഴുതുന്നുള്ളൂ. എ എം സ്ക്വയർഡ് ബൈ 2 റൈറ്റ്. ഇവിടെ സി എ എം സ്ക്വയർഡ് ബൈ 2 ഉണ്ടാവും. മൈനസ് എ എം സ്ക്വയർഡ് നോക്കി, ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം നല്ലത്. എ എം സ്ക്വയർഡ് സി ബൈ 2 കോസ് 2 ഒമേഗ എം ടി പ്ലസ് എ സി സി സ്ക്വയർഡ് 2 റൈറ്റ് മൈനസ് എ സി സ്ക്വയർഡ് സി ബൈ 2 കോസ് 2 ഒമേഗ സി ടി അല്ലേ. ഇങ്ങനെയല്ലേ വരുന്നത്? ക്ലിയർ? കുഴപ്പമില്ലല്ലോ.
ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് നീണ്ടു നിവർന്ന് പോട്ടെ. ഇത് ഇതിൽ കൊള്ളുമോ എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ചെറുതാക്കട്ടെ. റൈറ്റ് ഇല്ല, ഇതൊക്കെ ഞാനൊന്ന് ഒതുക്കി എഴുതട്ടെ കേട്ടോ. റൈറ്റ് പ്ലസ് ഞാൻ ആ എ സി സ്ക്വയർഡ് CAM² മൈനസ് CAM² cos 2 omega m I ഇത് omega mt by 2 ഇതൊന്നും നിങ്ങൾ നീക്കായിരുന്നു കേട്ടോ. റൈറ്റ് പ്ലസ് സി, ഇനി AC² 2 വരും അല്ലേ. പ്ലസ് സി എന്തുകൂടെ പ്ലസ് കൂടെ വീഴുന്നേ ഇല്ല. റൈറ്റ് CAC² 2 മൈനസ് CAC² cos 2 omega CT by 2 plus CAM AC cos omega C minus omega MT minus CAM AC cos omega C plus omega MT. അങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഈ C/2 എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടൊരു AM² ഉണ്ട്, AC² 2 ഉണ്ട്. ഈ രണ്ട് ടേമിന് ഞാൻ ഒരുമിച്ചിരുത്തും അല്ലേ. അതേമാതിരി CAM/AC എന്ന് പറഞ്ഞുള്ളത് ഈ രണ്ട് ടേമിനുള്ളതല്ലേ, അതിനെ ഞാൻ ഒരുമിച്ചെടുത്തും. അപ്പോൾ ഇനി എഴുതണം, ഒരുമിച്ചെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ മാതിരി എടുത്തും. സോ y of t is equal to B AM sin omega mt plus B AC sin omega CT plus C/2 AM² plus AC² minus CAM² 2 cos 2 omega mt minus C AC² 2 right cos 2 omega CT plus CAM/AC bracket cos omega C minus omega MT minus cos omega C plus omega MT. റൈറ്റ്. ഇപ്പോൾ ഇതിൽ നോക്കിയേ, ഈ ഒരു ടേം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഒരു സാധാരണ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷനിൽ ഒരു സാധാരണ കാരിയർ വേവിനെയും മെസ്സേജ് സിഗ്നലിനെയും മിക്സ് ചെയ്തിട്ട് അതിന് ഞാനൊരു സ്ക്വയർ വേവ് ഡിവൈസിൽ കൂടെ പുറത്തേക്ക് വന്നപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ ഈ C/2 ഈ ടേമില്ലേ, ഇതൊരു DC ടേമാണ്. റൈറ്റ്, ബാക്കിയെല്ലാതും മാത്രമേ AC ടേമായിട്ട് കിടക്കുന്നുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം സിനുസോയ്ഡൽ ഫോംസ് ആണ് അല്ലേ. സൈൻ ഒമേഗ ടി കോസ് അല്ലേ, എല്ലാം കോസ് അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷനാണ്. സോ ബോത്ത് ഓൾ ഓഫ് ദം ആർ സിനുസോയ്ഡൽ ഫോംസ്. അപ്പോൾ ഈ ടേം മാത്രമേ എന്തുള്ളൂ, DC ടേമായിട്ടിരിക്കണുള്ളൂ. മനസ്സിലായ? ബാക്കി എല്ലാ സിനുസോയ്ഡൽ വേവ്സിൻ്റെ ഫ്രീക്വൻസി നോക്കി. ഇവിടെ ഫ്രീക്വൻസി ഒമേഗായം, ഇവിടെ ωc, ഇവിടെ ഒമേഗായം അല്ലേ, അല്ലെങ്കിൽ 2 ഒമേഗായം, ഇവിടെ 2 ωc, ഇവിടെ ωc മൈനസ് ഒമേഗായം, ഇവിടുത്തെ ഫ്രീക്വൻസി ωc പ്ലസ് ωc അല്ലേ. റൈറ്റ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തല്ലോ. ആ സർക്യൂട്ടിന് ശേഷം ഞാനൊരു ബാൻഡ് പാസ് ഫിൽറ്ററും കൂടി അതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ അതെന്താ ചെയ്യുക, അത് എല്ലാ ഫ്രീക്വൻസി, അതായത് DC ആയിട്ടുള്ള ഫ്രീക്വൻസി, സാധാരണഗതിയിൽ ωm, ഈ 2 ωm ωc അല്ല, ωm ശരിക്കും പറഞ്ഞാൽ പാസ് ചെയ്യും. 2 ωc ഇങ്ങനത്തെ ടേംസിനൊക്കെ അത് റിമൂവ് ചെയ്ത് കളയും. DC ടേമിനെ റിമൂവ് ചെയ്ത് കളയും. 2 ωc എന്ന് പറഞ്ഞ ടേംസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്പുട്ടിൽ നോക്ക് ഈ 2 ωm ടേം പോയി, DC ടേം പോയി, റൈറ്റ്,
2 ഒമേഗ സി ടി ടേം പോയി, റൈറ്റ്. അപ്പോൾ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിൽ റൈറ്റ് എന്താ ഒമേഗ എം ഒമേഗ സി അല്ലെങ്കിൽ ഒമേഗ സി മൈനസ് എം ഒമേഗ സി പ്ലസ് എമ്മിൻ്റെ ഫാക്ടേഴ്സേ ഉള്ളൂ അല്ലേ. അതേമാതിരി കുറച്ചും കൂടി ഹയർ ഡിഗ്രിയിലുള്ള ഒരു ബാൻഡ് പാസ് ഫിൽറ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒമേഗ എമ്മിൻ്റെ ഫാക്ടറിനെയും റിമൂവ് ചെയ്ത് കളയാം, റൈറ്റ്. സോ എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നടക്കാൻ പോകുന്നത്? ഒരു സാധാരണ മെസ്സേജ് സിഗ്നൽ വിൽ ബി ഓവർലാപ്പ് വിത്ത് ദ കാരിയർ സിഗ്നൽ ഓർ ആഡഡ് സം, റൈറ്റ്, ആൻഡ് ദിസ് സിഗ്നൽ വിൽ ബി പാസ് ത്രൂ ആ സ്ക്വയർ ലോ ഡിവൈസ്. അതിനുശേഷം ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് 2 ഒമേഗ എം ഒമേഗ സി ആൻഡ് ഒമേഗ എം, റൈറ്റ്, ഇങ്ങനെ 3 ടേംസിനെയും ഉള്ള വേവ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വേവാണ് ഈ കാണുന്നത് അല്ലേ. വേവിൻ്റെ ഇക്വേഷൻ എവിടെയാണ്? റൈറ്റ്, ഈ ബി എ സി, ഓക്കെ, ഇവിടെ എന്തായിരുന്നു, സോറി ഒന്ന് മാറ്റി കളയണം കേട്ടോ, റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ സിഗ്നലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബി എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് സി എ എം എ സി കോസ് ഒമേഗ സി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ടി. ഈ ഇക്വേഷൻ തന്നെയല്ലേ, സെയിം അല്ല ബട്ട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ നമ്മൾ തിയററ്റിക്കലായിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വേവിൻ്റെ സിഗ്നലായിട്ട് പഠിച്ചത് ഓർമ്മയുണ്ട്. സി എം ഓഫ് ടി is equal to എ സി സൈൻ ഒമേഗ സി ടി. ആ എ സിക്ക് ഇപ്പോൾ ഇവിടെ ബി എന്ന് എഴുതിയെന്നുള്ളൂ, പ്ലസ് മ്യൂ എ സി ബൈ 2 ഒരു കോൺസ്റ്റൻറ്റ് ടേം വച്ചിട്ടല്ലേ, റൈറ്റ്, കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ടി പ്ലസ് മ്യൂ എ സി ബൈ 2 കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ടി. ഇതന്നെയല്ലേ വന്നത് ഇവിടെ അല്ലേ. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു 2 മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ലോ ഡിവൈസിൽ കൂടെ പാസ് ചെയ്ത് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് എ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ദിസ് ഈസ് ഹൗ യു ജനറേറ്റ് എ basic, or this is how you make a basic modulator. ക്ലിയർ ആയാ, റൈറ്റ്. അപ്പോൾ ഈ മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഈ മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിനെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? സോ ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വേവ് ട്രാൻസ്മിഷൻ. ആംപ്ലിറ്റ്യൂഡ് വേവ് ട്രാൻസ്മിഷൻ, അതായത് ഒരു മെസ്സേജ് സിഗ്നലിൽ നമ്മൾ പാസ് ചെയ്യും, ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ കൂടെ പാസ് ചെയ്തതിന്, റൈറ്റ്. ഇപ്പോൾ മോഡുലേറ്ററിലേക്ക് എന്ത് വേണം? ഒരു മെസ്സേജ് സിഗ്നലും വരണം, ഒരു കാരിയർ സിഗ്നലും വരണം. എന്നിട്ട് അതിന് ശേഷം ഒരു പവർ ആംപ്ലിഫയറിലേക്കാണ് പാസ് ചെയ്യുക. ആ പവർ ആംപ്ലിഫയറിൽ നിന്ന് ആൻറ്റിനയിലേക്ക് കിട്ടും, റൈറ്റ്. ദിസ് ഈസ് എ സെക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വേവ് ട്രാൻസ്മിഷൻ. അതായത് സാധാരണ ഒരു മെസ്സേജ് സിഗ്നൽ വരും, പിന്നെ ഒരു കാരിയർ സിഗ്നലും കൂടി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൻ്റെ പാർട്സാണ് നമ്മൾ കുറച്ച് നേരം പഠിച്ചത്. എന്താണ്? ഒരു മിക്സിംഗ് സെക്ഷൻ, പിന്നെന്താണ് ഒരു സ്ക്വയർ ലോ ഡിറ്റക്ടർ, പിന്നെന്താ ബാൻഡ് പാസ് ഫിൽറ്റർ, റൈറ്റ്. ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ DC ടേംസും സെലക്റ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് അതിനെ എടുത്ത് കളയാം, റൈറ്റ്. ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള എന്താണ്? ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ സിഗ്നലാണ്. പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാകാൻ ചാൻസ്. അപ്പോൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് എ പവർ ആംപ്ലിഫയർ. ആ പവർ ആംപ്ലിഫയറിൽ നിന്ന് ട്രാൻസ്മിറ്റർ ആൻറ്റിനയിലേക്ക് ഡാറ്റാസ് പോകും, അല്ലെങ്കിൽ സിഗ്നൽ പോയി. ഇനി ആംപ്ലിറ്റ്യൂഡ് വേവ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ള വേവ് ട്രാൻസ്മിഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അത് ഡിറ്റക്ട് ചെയ്യണം അല്ലേ. സോ ദ പാർട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഡിറ്റക്ഷൻ സെക്ഷനാണിത്, റൈറ്റ്. അതായത് ഇത് റിസീവിങ് ആൻറ്റിന, റൈറ്റ്. റിസീവിങ് ആൻറ്റിനയിൽ നിന്ന് പിന്നെയും എന്തായാലും കുറേയൊക്കെ സിഗ്നൽ ലോസ് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പവർ ആംപ്ലിഫയർ പിന്നെയും ആവശ്യമാണ്, റൈറ്റ്. അവിടെ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജ് ഉണ്ട്, റൈറ്റ്. അതായത് ഒരു സെലക്റ്റീവ് ഫ്രീക്വൻസി റേഞ്ചിലേക്ക് കൊണ്ടുവരാണ് അല്ലേ. അതായത് നമ്മൾക്ക് കാരിയർ ഫ്രീക്വൻസി വരുന്നുണ്ടല്ലോ, അത് ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഈ ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ. അതിനെ നമ്മളൊന്ന് ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അത്രയും ഹൈ ഫ്രീക്വൻസി, ഇപ്പോൾ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിലല്ലേ വരുന്നത്, അതെ. അപ്പോൾ കാരിയർ ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ മെസ്സേജ് സിഗ്നലും കാരിയർ ഫ്രീക്വൻസിയും മോഡുലേറ്റഡ് ആയിട്ട് വരുന്നത്. അത്രയും ഹൈ ഫ്രീക്വൻസി നമുക്ക് ആവശ്യമില്ല ഡിറ്റക്ഷന്, റൈറ്റ്. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈ ഡിവൈസ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ എന്താ ചെയ്യണേ? ആ ഹയർ ഫ്രീക്വൻസിയിൽ കിടക്കുന്ന സിഗ്നലിന് ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം,
റൈറ്റ്. ഇന്ന് ഷിഫ്റ്റ് ചെയ്തതിന് മാത്രം മനസ്സിലായ അല്ലേ? അപ്പം അതായത് വല്ലാണ്ട് ഫ്രീക്വൻസി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു റേഞ്ച് ഇത്തിരി കുറഞ്ഞ ഫ്രീക്വൻസിയിലേക്ക് ആക്കി. ഇനി ആ ഉള്ള ഫ്രീക്വൻസീൻ്റെ ഉള്ളിൽ പക്ഷേ രണ്ടും ഉണ്ട്, എന്താ, മെസ്സേജ് സിഗ്നലും ഉണ്ട്, കാരിയർ സിഗ്നലും ഉണ്ട് അല്ലേ? അപ്പോൾ അത് രണ്ടാക്കണം. ദാറ്റ് ഈസ് ഡൺ ബൈ ഡിറ്റക്ടർ. റൈറ്റ്, ക്ലിയർ? ഡിറ്റക്ടറിൽ നിന്ന് എന്താ, ഇറ്റ് റിക്കവേഴ്സ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലേ? മോഡുലേറ്റ് ചെയ്ത് കിടക്കുന്ന സിഗ്നലിൽ നിന്ന് ശരിക്കും ആവശ്യമുള്ള മെസ്സേജ് സിഗ്നലിനെ അതെന്ത് ചെയ്തിരിക്കും, ഡിറ്റക്റ്റ് ചെയ്തിരിക്കും. റൈറ്റ്. എന്നിട്ട് പിന്നെയും അതെന്ത് ചെയ്യാണ്, കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്യണം. സോ അഗെയിൻ ആൻ ആംപ്ലിഫയർ കംസ്, എന്നിട്ടാണ് നമുക്കത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ക്ലിയർ ആവുണ്ടാവും? റൈറ്റ്. റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡിറ്റക്ടറിൻ്റെ കേസ് കുറച്ചും കൂടി ഡീറ്റെയിലിൽ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ദ ബേസിക് പാർട്ട് അല്ലേ? നമ്മൾ ഡീമോഡുലേഷനാണ് ഡിറ്റക്ടർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ബേസിക് പാർട്സ് ഓഫ് എ ഡിറ്റക്ടർ ഇൻ ദ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് വേവ് ഡീമോഡുലേഷൻ. ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാരിയർ വേവിൻ്റെ മുകളിൽ ഒരു മെസ്സേജ് സിഗ്നൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വി ആർ മൂവിങ് ഇറ്റ് ഫ്രം വൺ ഡെസ്റ്റിനേഷൻ ടു അതർ. എന്നാൽ ഈ മോഡുലേറ്റഡ് വേവിൽ നിന്ന് കാരിയർ വേവിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് സിഗ്നൽ മാത്രമേ ആവശ്യമുള്ളൂ, ബിക്കോസ് ദാറ്റ് ഓൺലി ഹാസ് ദ ഡാറ്റ. അതിനെ റിട്രീവ് ചെയ്യുന്നതിനെയാണ് ഞാൻ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീമോഡുലേഷൻ ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഡീമോഡുലേറ്റർ അല്ലെങ്കിൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന് ഞാൻ ഇവിടെ ഡിവൈസ് വരയ്ക്കാം. ആദ്യം ഒരു റെക്ടിഫയർ കൂടെ പാസ് ചെയ്യാം. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയോഡുകൾ അല്ലേ? അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ സെക്ഷൻ ആണെങ്കിൽ ഈ നെഗറ്റീവ് സൈഡൊക്കെ പോയാൽ അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് സൈഡ് പോയി വരയ്ക്കുകയാണെങ്കിൽ എന്താ വരിക? റെക്ടിഫയറിന് ശേഷം വരുന്നത് ഔട്ട്പുട്ട് ശ്രദ്ധിക്കട്ടാ, മുകളിലത്തെ ഭാഗം മാത്രം ഉണ്ടാവുള്ളൂ. So this is what you get as an output as a rectifier, right? ഇനി ഞാനൊരു മിനിറ്റ്, റൈറ്റ്. ഇനി റെക്ടിഫയറിന് ശേഷം നമുക്ക് വരുന്നതാണ് എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. എന്താണ് എൻവലപ്പ് ഡിറ്റക്ടർ? എൻവലപ്പ് ഡിറ്റക്ടർ എന്താ ചെയ്യണം? ഇപ്പോൾ ഈ എൻവലപ്പിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യേണ്ടത് ഏതിനെ മാത്രമാണ്? ഇതിനെ മാത്രമല്ലേ അല്ലേ? ഇതല്ലേ മെസ്സേജ് സിഗ്നൽ. അപ്പോൾ അതിനെ മാത്രം ഡിറ്റക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് എടുക്കും. റൈറ്റ്. സോ ഔട്ട്പുട്ട് ഓഫ് ആൻ എൻവലപ്പ് ഡിറ്റക്ടർ ലുക്സ് ലൈക്ക് ദിസ്. അപ്പോൾ എന്തിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു? ഇറ്റ് റിമൂവ്സ് ദ ഹാഫ് ഓഫ് ദ സെക്ഷൻ ഓഫ് റിമൂവ്സ് എൻറ്റയർ സെക്ഷൻ ഓഫ് ദ കാരിയർ വേവ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണോ? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ കിട്ടിയില്ലേ? റൈറ്റ്. സോ ദിസ് ഈസ് ദ പാർട്സ് ഓഫ് എ ഡിറ്റക്ടർ. അപ്പോൾ ഡിറ്റക്ടറിൻ്റെ മേജർ പാർട്സ് എന്താണ്? ഒരു റെക്ടിഫയറും ഒരു എൻവലപ്പ് ഡിറ്റക്ടറുമാണ്. ഈ റെക്ടിഫയർ ആയിട്ട് സാധാരണഗതിയിൽ ഒരു ഡയോഡാണ് സാധാരണ. അപ്പോൾ സാധാരണ നിങ്ങളോട് അറിയാം, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, ഞാൻ പറയാണ്. സാധാരണ ഈ സർക്യൂട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഏതൊരു റെക്ടിഫയറും എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ സാധനം. റൈറ്റ്. ദിസ് വിൽ ബി ഇൻപുട്ട്. ഇതാണ് നമ്മുടെ റെക്ടിഫയർ സെക്ഷൻ ചെയ്യുക. ഇത് ഇത്രയും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടിയിട്ടാണ് എൻവലപ്പ് ഡിറ്റക്ഷൻ നടത്തുന്നത്. ക്ലിയർ? ക്ലിയർ. സോ ഹോപ്പ് യു റിമെമ്പർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ എടുത്തത് ഓർമ്മിക്കണം കേട്ടോ. നെക്സ്റ്റ് മേജർ ടോപ്പിക് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വേവ്സ് അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് എഴുതുന്നുണ്ട്. വേവ് പ്രൊപ്പഗേഷൻ. റൈറ്റ്. ഇതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. വേവ് പ്രൊപ്പഗേഷൻ. റൈറ്റ്. അതായത് ആദ്യത്തെ ടൈപ്പ് ആണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. അതിന് 3 ടൈപ്പ് പ്രൊപ്പഗേഷനാണ് ഉള്ളത് കേട്ടോ. അതായത് എങ്ങനെയാണ് വേവ്സ് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകണമെന്നുള്ളതിൻ്റെയാണ് കേട്ടോ. പല രീതിയിൽ എന്ന് പറഞ്ഞാലുണ്ട്, പക്ഷെ നമുക്ക് മേജർലി 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ശരിയാ? റൈറ്റ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഒത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് ഓഫ് എർത്ത് എന്ന് വിചാരിക്കുക. ആദ്യം ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്ന് പറയണം അല്ലേ ആദ്യം. സോ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഫ്രീക്വൻസി വളരെ ലെസ് ദാൻ, അതായത് റേഞ്ച് ഉണ്ട് ഒരു വളരെ ലോ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് 100 കിലോ ഹേർട്സിൻ്റെ ഒക്കെ അടുത്ത് റേഞ്ച് വരുന്നിടത്താണ് നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുക.
എന്നാൽ ഫ്രീക്വൻസി കുറവാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. അതേമാതിരി ഓറിയൻറ്റേഷനൊക്കെ എന്താ, വെർട്ടിക്കലായിട്ടാണ്. പടം വരയ്ക്കുമ്പോൾ 3D ആയിട്ട് തന്നെ ആലോചിക്കണം കേട്ടോ, റൈറ്റ്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇത് എർത്തിൻ്റെ അടുത്ത് കൂടെ കണ്ട ഗ്രൗണ്ട് വേവ്, അപ്പോൾ എർത്തിൻ്റെ സർഫസുമായിട്ട് നല്ല കോണ്ടാക്റ്റുള്ള വേവ് പ്രൊപ്പഗേഷനാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എർത്ത് സർഫസ് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ കയ്യിലൊരു ടവറുണ്ട്. ഈ ടവറിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് പോവാണ്, വേവ് പോവാണ്. അപ്പോൾ എന്താ, ഈ വേവ് ഇങ്ങനെ വന്ന് അടിക്കും അല്ലേ, സർഫസ് ഓഫ് എർത്തിനെ അടിക്കണം എന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ, റൈറ്റ്. അപ്പോൾ എന്താണ് ഇൻഡക്ഷൻ. ഇപ്പോൾ സപ്പോസ് ഈ വരുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കട്ടെ, അത് പറയാൻ, അല്ലെങ്കിൽ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് സെക്ഷൻ ആണെങ്കിൽ ഇത് നെഗറ്റീവ്, അങ്ങനെ എടുക്കാം, റൈറ്റ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻഡക്ഷൻ വഴി എന്തായിരിക്കും, ഈ വേവ് നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും എർത്തിൽ ഇൻഡ്യൂസ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഗെയിൻ ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ, ഇവിടെ പോസിറ്റീവ് സെക്ഷനിലാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആവും അല്ലേ, ഇൻഡക്ഷൻ വഴി. അപ്പോൾ എനിക്കിതിനനുസരിച്ച് ഇവിടെ ഒരു വേവ് ജനറേറ്റ് ചെയ്യല്ല, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണോ ഇതിനിങ്ങനെ വരച്ചുകൂടെ, റൈറ്റ്, ക്ലിയർ. സോ വി ഗെറ്റ് എ വേവ് ലൈക്ക് മിറർ മാതിരി അല്ലേ, നമുക്കൊരു വേവ് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഈ വേവിനെ നമ്മൾ ഇമേജ് വേവ് എന്നും പറയാറുണ്ട്, കോൾഡ് ഇമേജ് വേവ്, ക്ലിയർ. അപ്പോൾ ഗ്രൗണ്ട് വേവിൽ അപ്പോൾ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്കാണ് ഇത് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് വേറത്തേക്ക് ഒരു കുറച്ച് നേരം ഇങ്ങനെ വരും നോക്കി, ഇത് പ്ലസ്സും മൈനസും, ഇത് ഷോർട്ട് ചെയ്ത് പോകും അല്ലേ, ഇത് പ്ലസ്സും മൈനസും ഇത് ഷോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ക്ലോസർ ടു എർത്ത് വേവ്സ് ട്രാവൽ ചെയ്യാണ്, അതിനെയാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താ, അങ്ങനെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ബാലൻസ് അല്ലെങ്കിൽ ഷോർട്ടായി പോകും. അപ്പോൾ കുറേ സിഗ്നൽസ് എന്ത് ചെയ്യും, ലോസ് ചെയ്യും അല്ലേ, ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ ഈ സിഗ്നൽസും തമ്മിൽ എന്ത് ചെയ്യണം, കുറച്ച് ഡിസ്റ്റൻസ് വേണം അല്ലേ. അപ്പോൾ നമ്മളതുകൊണ്ടാണ് ഈ ഹോറിസോണ്ടൽ ഓറിയൻറ്റേഷൻ അല്ലേ, അതായത് കൂടുതലും എന്താണ് അറ്റിനേഷൻ, ഇത് ഇത്ര നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്നാലും ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചിന്തിക്കേണ്ടത് ഈ നമ്മുടെ അങ്ങനെ ഒരു ആലോചിക്കുക, ഇതൊരു ചാട്ടവാറാന്ന് വിചാരിക്കുക, ചാട്ടവാറ കൊണ്ട് ഭൂമിക്ക് അടിക്കുക, അതുമാതിരത്തെ പ്രൊപ്പഗേഷനാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ ഹയർ ഫ്രീക്വൻസിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ക്ലോസ് ആയിരിക്കും അല്ലേ, ക്ലോസ് ആയിരിക്കുമ്പോൾ ഒരുപാട് സിഗ്നൽ ലോസ് വരും. അപ്പോൾ ഹയർ ഫ്രീക്വൻസിയിൽ നമുക്ക് യൂസ് ചെയ്യാണ്ട് ലോവർ ഫ്രീക്വൻസിയിൽ നമുക്ക് അത്ര ഡാറ്റാസ് ലോസ് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ അറ്റന്യൂവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നില്ല. സോ വി ആർ യൂസിങ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ വെൻ യു ആർ എന്താണ് ലോ ഫ്രീക്വൻസി റേഞ്ചിന് നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത് തെറ്റില്ല, ക്ലിയർ ആവുണ്ടോ. അപ്പോൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്താണ്, എർത്തിൻ്റെ സർഫസിൽ കൂടെ തന്നെ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള കൂടെയാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, റൈറ്റ്. അപ്പോൾ വളരെ ഫ്രീക്വൻസി കുറവ് എന്തിനാണ് എടുക്കുന്നത്, ഹൈ ഫ്രീക്വൻസി ആണ് വയ്ക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേവ്സ് ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഏത് വേവ് വന്നാലും അതൊരു ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാണ് ഭൂമിയിലേക്ക്. അപ്പോൾ ആ ഓപ്പോസിറ്റ് ചാർജ് ക്യാൻ ബാലൻസ് ദ ഓപ്പോസിറ്റ് ചാർജ് ഓഫ് ദ ആക്ച്വൽ വേവ്, ഹെൻസ് ദ ലൂസിങ് ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു അറ്റന്യൂവേഷൻ വരാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ കൂടെ എപ്പോഴും ലോവർ ഫ്രീക്വൻസി ഉള്ള ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാണ് നല്ലത്, ക്ലിയർ ആവുണ്ട്. അപ്പോൾ എനർജി ലോസ് കുറവായിരിക്കും, റൈറ്റ്. നെക്സ്റ്റ് ടൈപ്പ് പ്രൊപ്പഗേഷൻ ഈസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, റൈറ്റ്. ഇത് കുറച്ചും കൂടി ഫ്രീക്വൻസി റേഞ്ച് കൂടുതൽ, ഏതാണ്ട് 30 തൊട്ടിട്ട് 40 മെഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിന് യൂസ് ചെയ്യണ പ്രൊപ്പഗേഷനാണ്. ഇതിന് ഏറ്റവും കൂടുതൽ അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ അറിയാമല്ലോ നമ്മുടെ സ്കൈയിൽ അല്ലേ. അപ്പോൾ അയോണോസ്ഫിയറിൻ്റെ യൂട്ടിലൈസേഷനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അയോണോസ്ഫിയറിന് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ അയോൺസ് ഉണ്ട് അല്ലേ, ചാർജ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾസിൽ റേഡിയോ വേവ്സ് പോകുമ്പോൾ ആ റേഡിയോ വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യണത്. അതായത്
അപ്പോൾ എത്രത്തോളം നോക്കിയാൽ ഇത് അയോണോസ്ഫിയറിൻ്റെ ഫസ്റ്റ് ലെയർ ആണെന്നിരിക്കും. ഇതിനേക്കാളും കൂടുതൽ അയോൺസ് ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാവും. അതായത് ഹൈറ്റ് കൂടും തോറും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറയും കേട്ടോ. ഉദ്ദേശിക്കുന്നത് ഇഫ് ദ ഹൈറ്റ്, അപ്പോൾ സപ്പോസ് ഇവിടെ ആയിരിക്കും കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും അയോൺസ്, എത്രത്തോളം ദൂരെ പോകണോ അത്രത്തോളം ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സോളാർ റേഡിയേഷൻസ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ സോളാർ റേഡിയേഷൻസ് ഏതിനാണ് കൂടുതൽ, ഏതിനാ മാക്സിമം ടോപ്പ് സർഫസിൽ സൂര്യൻ്റെ അടുത്തല്ലേടോ. ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടുക, ഇവിടെ ആയിരിക്കുമോ, ഇവിടെ കൂടുതൽ ഹീറ്റ് ഇവിടെ കുറവ് ഹീറ്റാണ്. പക്ഷേ ഇവിടെ അയോൺസ് കുറവും ഇവിടെ അയോൺസ് കൂടുതലുമാണ് അല്ലേ. അപ്പോൾ ക്ലോസർ ടു എർത്തില്ലേ, റൈറ്റ്, ക്ലോസർ ടു എർത്തിലാവുമ്പോൾ എന്താ റേഡിയേഷൻ കുറവും അയോൺസ് കൂടുതലാണ്. പക്ഷേ അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് അയോൺസും ഉണ്ടാവും, ഒപ്റ്റിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേഷൻസും വരും അല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൈറ്റ് ചെയ്തിരിക്കുന്ന അയോൺസിൻ്റെ മുകളിൽ ഏതെങ്കിലും വേവ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ അവിടെ ആയിരിക്കും എന്താ പീക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കുറവും കൂടുതലും അല്ല, അല്ലെങ്കിൽ കുറവും കൂടുതലും ഇല്ലാത്ത എമൗണ്ടിൽ ഡെൻസിറ്റി വരും, അവിടെ ഇൻസിഡൻറ്റ് ചൂടും നന്നായി വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 30-40 മെഗാ ഹെർട്സുള്ള ഏതെങ്കിലും വേവിനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അടിച്ച് തിരിച്ചു വരും അല്ലേ. അതിൽ കൂടുതൽ ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പാസ് ചെയ്ത് പുറത്തേക്ക് പോകും അല്ലേ. ക്ലിയർ ആവുണ്ടോ? കൂടുതൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരാത്ത ഫ്രീക്വൻസീസും എല്ലാം എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകും. ആ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് മാത്രം എന്ത് ചെയ്യാണ്, അടിച്ച് തിരിച്ചു വരികയാണ്. ദിസ് ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ഇസ് നോൺ ആസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. നെക്സ്റ്റ് ഇസ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, അതായത് ഇതിന് വേറൊരു പേര് തന്നെയാണ് പറയുന്നത് LOS അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് ട്രാൻസ്മിറ്റർ ആൻറ്റിനയുണ്ട്, റിസീവർ, ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യണതാണ് കേട്ടോ. 40 മെഗാ ഹെർട്സിനും കൂടുതലാണ് ഫ്രീക്വൻസി റേഞ്ച് വരെ അതിന്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസ് നോക്കി, ഇതാണ് നമ്മുടെ ആൻറ്റിന, ഇത് ആൻറ്റിന ട്രാൻസ്മിറ്ററാണ്, ഈ ആൻറ്റിന റിസീവറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രാൻസ്മിറ്റർ ആൻറ്റിനേൻ്റെ അല്ലെങ്കിൽ ആൻറ്റിനേൻ്റെ സൈസ് രണ്ടെണ്ണത്തിൻ്റെയും സൈസ് കുറവാണെങ്കിൽ നമുക്ക് എന്താ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ സൈസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത് ഇവിടെ ഇത്ര ചെറുത് ഇത് ഇത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ലോസ് ചെയ്ത് പോവില്ലേ അല്ലേ, എർത്തിൻ്റെ സർഫസ് ബ്ലോക്ക് ചെയ്യും അല്ലേ. അപ്പോൾ സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടോ, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മുടെ മിക്ക കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കൺമുന്നിലായിരിക്കും ട്രാൻസ്മിറ്ററും റിസീവറിൻ്റെ എൻഡ്, റൈറ്റ്. അപ്പോൾ സാധാരണ അപ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് എന്താ, ആൻറ്റിനേൻ്റെ ഹൈറ്റ് എത്രയാവണം എന്നാണ്, റൈറ്റ്. സോ ഹൗ മച്ച് ഷുഡ് ബി ദ, സപ്പോസ് ദ ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആൻറ്റിന ഞാൻ DM ആണെന്ന് എഴുതാണ്, റൈറ്റ്. ഈ ഹൈറ്റ് ഓഫ് ദ ട്രാൻസ്മിറ്റർ ഇസ് HT, ഹൈറ്റ് ഓഫ് ദ റിസീവർ ലെറ്റ്സ് സേ ഇറ്റ് ഇസ് HR. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് ആൻറ്റിന DM ഷുഡ് ബി ഈക്വൽ ടു √2R, റൈറ്റ്. R എന്ന് പറഞ്ഞാൽ എന്താ, എർത്തിൻ്റെ റേഡിയസ് ഇൻറ്റു H(T) പ്ലസ് √2R H(R). ഇത്രയും മിനിമം വാല്യൂ ഉണ്ടെങ്കിലും ഉണ്ടാവണം എന്തിന്, ഈ രണ്ട് ആൻറ്റിനകളുടെ ഇടയിൽ, സോ ദാറ്റ് എ പ്രോപ്പർ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ഹാപ്പൻസ്. ഇതൊരു മിനിമം കണ്ടീഷനാണ് കേട്ടോ. അതായത് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൈൻ ഓഫ് സൈറ്റ്, അതായത് രണ്ട് ആൻറ്റിനകൾ പൊതുവെ കിലോമീറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക, പൊതുവെ അടുത്തായിട്ടുള്ള രണ്ട് ആൻറ്റിനയിൽ കൂടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്, റൈറ്റ്. അതായത് ഒരു ആൻറ്റിനയിൽ നിന്ന് നേരിട്ട് അടുത്ത ആൻറ്റിനയിലേക്ക് വിത്തൗട്ട് യൂസിങ് ദ എർത്ത്സ് ഹെൽപ്പ് എർത്തിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനായി. ക്ലിയർ ആവുണ്ടോ, റൈറ്റ്. അപ്പോൾ ഒരു ആൻറ്റിനയിൽ നിന്ന് വേറൊരു ആൻറ്റിനയിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷനാണെന്ത്, സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്. അപ്പോൾ ഞാൻ രണ്ട് ആൻറ്റിനയിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ രണ്ട് ആൻറ്റിനേൻ്റെ ഹൈറ്റ് നോക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് നോക്കണമെന്ന് മാത്രമല്ല എത്ര ഡിസ്റ്റൻസിൽ എനിക്ക് ആൻറ്റിനേനെ സ്ഥാപിക്കാൻ കഴിയും. സോ മിനിമം ഡിസ്റ്റൻസ് ഫോർ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ മാക്സിമം LOS ലൈൻ ഓഫ് സൈറ്റ് distance which is DM is equal to √2R HT, which is HT is the height of the transmitter
plus root of 2r HR, which is the height of the receiver. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് കേട്ടോ. ഇത് ലാസ്റ്റ് സെക്ഷനാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ. ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഒന്നുമില്ല. റൈറ്റ്, അതാണെങ്കിൽ ഈ 3 സെക്ഷൻ, അതായത് ഡിഫറെൻറ്റ് സ്പൈസ് വേ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ആകെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ അത്രയേ ഉള്ളൂ. ക്ലിയർ? സോ മനസ്സിലായെന്ന് വിചാരിക്കണേ. റൈറ്റ്, അതേമാതിരി ഞാൻ നമ്മുടെ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ അല്ലേ, സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ വിട്ടുപോയ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, പക്ഷെ അറിഞ്ഞിരിക്കുക കേട്ടോ. അറിഞ്ഞൂടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ദാറ്റ് ഈസ് MUF, അതായത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. അതായത് ഒരു ലിമിറ്റിംഗ് ഫ്രീക്വൻസിയാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ പോകാൻ പാടില്ല അയോണോസ്ഫിയറിൽ. ഞാൻ പറഞ്ഞ ഒരു റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഫ്രീക്വൻസിന് കൂടുതലായി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും, പാസ് ചെയ്ത് പോകുന്നു. റൈറ്റ്, അപ്പോൾ ആ ഫ്രീക്വൻസി തന്നെയാണ് നമ്മൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഈസ് സീക്ക് എന്ന് വരെ സൈൻ എഴുതി പോയി, സീക്ക് തീറ്റ. സീക്ക് തീറ്റ. അതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇതാണ് നോർമൽ എന്ന് വിചാരിക്കട്ടോ. റൈറ്റ്, ഇത് നമ്മുടെ അയണോസ്ഫിയറിൻ്റെ കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ വേവ് കൊടുത്തു, അപ്പോൾ ഈ ആംഗിളില്ലേ, ഇതാണ് ഇൻസിഡൻറ്റ് വേവ് അല്ലേ, അതും നോർമലും തമ്മിലുള്ള ആംഗിൾ, ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ FC എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഏതൊരു ലെയറിനും, ഏതൊരു അയണോസ്ഫിയറിൻ്റെ ലെയറിനും ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസീൻ്റെ ശേഷമായിരിക്കും അല്ലേ, ആ ഫ്രീക്വൻസീന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ വേവ്സും എന്തായിരിക്കും? തിരിച്ചു വരും. റൈറ്റ്, ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസീൻ്റെ വാല്യൂ FC is equal to 9 into n max raised to 1/2 അല്ലേ. ഈ n max എന്ന് പറയുന്നത് എത്രയാണ്? അയോണോസ്ഫിയർ, ആ ലെയറിലുള്ള അയോണോസ്ഫിയറിൻ്റെ ആ ലെയറിൽ ഉണ്ടാവുന്ന മാക്സിമം ഡെൻസിറ്റി ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റിനെയാണ് നമ്മൾ n max എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ട? സാധാരണഗതിയിൽ ഇത് 5 to 10 മെഗാഹെർട്സിലാണ് ഈ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എടുക്കുന്നത്. ക്ലിയർ ആവുണ്ട? റൈറ്റ്, ഇനി അതേമാതിരി ഒരു ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്ത്? സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയും. സ്കിപ്പ് ഡിസ്റ്റൻസ്. സോ വാട്ട് ഡു യു മീൻ ബൈ സ്കിപ്പ് ഡിസ്റ്റൻസ്? അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ വിച്ച് ഇസ് മെഷേർഡ് അലോങ് ദ സർഫസ് ഓഫ് എർത്ത്. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ കേട്ടോ. ആൻഡ് ഫ്രീക്വൻറ്റ് ഫ്രീക്വൻസി ഉണ്ട് FC എന്ന് പറഞ്ഞുള്ള ഫ്രീക്വൻസിയിൽ. ആ ഫ്രീക്വൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് അല്ലെങ്കിൽ വേണം ഇങ്ങനെ ആലോചിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ എളുപ്പത്തിൽ പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു ഇതാണ് ഉണ്ടല്ലോ, ട്രാൻസ്മിറ്റർ ഉണ്ട് വിചാരിക്കുക. റൈറ്റ്, ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ പറയണം. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്ത് പോവുക. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് വേവ് പോയി. അപ്പോൾ ഒരു ഇത്രയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും അതൊന്ന് സ്കിപ്പ് ചെയ്ത് താഴേക്ക് വന്നുണ്ടാവുക. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന്. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ മെഷേർഡ് അലോങ് ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് വിച്ച് ദ സ്കൈ വേവ് ഓഫ് ഫ്രീക്വൻസി വാട്ട് എവർ ഫ്രീക്വൻസി വിച്ച് ഇസ് മോർ ദാൻ ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വിൽ ബി റിട്ടേണിംഗ് ബാക്ക് ടു എർത്ത്. ദാറ്റ് ഈസ് നോൺ ആസ് സ്കിപ്പ് ഡിസ്റ്റൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്? ആൻഡ് ദർ ഇസ് എൻ എക്സ്പ്രഷൻ ഫോർ ദ സ്കിപ്പ് ഡിസ്റ്റൻസ് that is equal to 2h, where h is the height of the reflecting layer. ഇപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയർ എങ്കിൽ ഇതാണ് അയോണോസ്ഫിയറിൻ്റെ ആ ലെയർ എങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ h എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് MUF എന്തുട്ടത്? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി, അതായത് എത്ര ഫ്രീക്വൻസിയാണ് ഇപ്പോൾ വരുന്ന ഇൻസിഡൻറ്റ് വേവ് ഡിവൈഡ് ബൈ ക്രിട്ടിക്കൽ, എത്രത്തോളം ഫ്രീക്വൻസി അതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, -1. Right, this is the equation for skip frequency. Clear ആവുണ്ടായിരിക്കണേ? Right, clear? അതേമാതിരി നിങ്ങൾക്ക് ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് റേഞ്ച് ഓഫ് TV ട്രാൻസ്മിഷൻ. റേഞ്ച് ഓഫ് TV ട്രാൻസ്മിഷൻ, അതായത് എത്രത്തോളം ഡിസ്റ്റൻസ് വരെ ഒരു TV ആൻറ്റിനയ്ക്ക് റേഞ്ച് കൊടുക്കാൻ കഴിയും. ഇതാണ് ഒരു ആൻറ്റിന എന്ന് വിചാരിക്കുക. ഈ ആൻറ്റിനേൻ്റെ ഹൈറ്റ് h ആണെന്ന് വിചാരിക്കുക.
ഇത് നമ്മുടെ എർത്ത് ഈസ് ഹാവിങ് ലെറ്റ്സ് സേ റേഡിയസ് ആർ. അപ്പോൾ ഈ ആൻറ്റിനേൻ്റെ റേഞ്ച് എവിടം വരെ, എത്ര ഡിസ്റ്റൻസ് വരെ അതിന് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും, ദാറ്റ് ഈസ് നോൺ ആസ് റേഞ്ച് ഓഫ് ടി വി ട്രാൻസ്മിഷൻ. അതിൻ്റെ എക്സ്പ്രഷൻ D √2HR ആണ്. D √2HR. അതുകൊണ്ടാണ് ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇക്വേഷനിൽ വന്നപ്പോൾ നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആൻറ്റിനാസ് വരുന്നല്ലേ, അപ്പോൾ ഓരോന്നിൻ്റെ റേഞ്ച് എടുക്കണം. അതുകൊണ്ടാണ് അത് √2HR, അതായത് ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റർ പ്ലസ് ഇനി റിസീവറും കൂടി ഇല്ലേ, 2 ആൻറ്റിനയല്ലേ ഉള്ളത്, അപ്പോൾ അതിൻ്റെ റേഞ്ച് കൂടി വരണ്ടേ, HRR, ദാറ്റ് ഈസ് റിസീവറിൻ്റെ ഹൈറ്റ്. ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത്, റൈറ്റ്? ഇത്രയും ഭാഗമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ എത്രയായിരിക്കണം ബാൻഡ് എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞിരിക്കുക 5.0 GHz തൊട്ട് 6.4 GHz ആണ് നമുക്ക് സാധാരണഗതിയിൽ അപ്ലോഡിങ് അല്ലേ, അപ്ലോഡിങ്ങിന് വേണ്ടി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ അപ്ലോഡിങ്ങിന് വേണ്ടത്. എന്നാൽ 3.7 GHz തൊട്ടിട്ട് 2 GHz ആണ് ഡൗൺ ലിങ്കിങ്ങിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ദിസ് ഇസ് അപ്ലിങ്കിങ് റേഞ്ച്, ദിസ് ഇസ് ഡൗൺ ലിങ്കിങ് റേഞ്ച്. ക്ലിയർ ആവുണ്ടോ? പിന്നെ സ്ഥിരം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ അറിയും, നമ്മുടെ ഒരു ഫിഗർ തരും, ബ്ലോക്ക് ഡയഗ്രാം മാതിരി. എന്നിട്ട് നമ്മളോട് ചോദിക്കും എലമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ, ഏതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണം, ഇൻഫോർമേഷൻ അറിയുമോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ട്രാൻസ്മിറ്റർ എന്താ, ഇൻഫോർമേഷൻ ഉണ്ടാവും, ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ചാനൽ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും, യൂസർ ഉണ്ടാവും. റൈറ്റ്? ഇതാണ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. റൈറ്റ്? അപ്പോൾ പിന്നെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്താ, ടെലഫോൺ ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. റൈറ്റ്? അതേമാതിരി പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ടോ. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. റൈറ്റ്? ഇപ്പോൾ ഏതെങ്കിലും മെയിൽ അയക്കുക അങ്ങനെയൊക്കെ വരില്ലേ, സോ ഇറ്റ്സ് എ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റ്? അപ്പോൾ അതേമാതിരി ചോദിക്കാറുള്ളത് വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ. അതെന്താ, ഒരു സെൻസറും ഡിറ്റക്ടറും ആണ് അല്ലേ. ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുക, സെൻസ് ചെയ്യണമുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യണമുണ്ട് അല്ലേ. അതായത് ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്നൊരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. പക്ഷേ ട്രാൻസ്ഡ്യൂസറിൻ്റെ വോൾട്ടേജ് വളരെ കുറവാണ് ഉണ്ടാവുക. ക്ലിയർ ആവുണ്ട്? എപ്പോഴും കുറേ പ്രാവശ്യം അറ്റന്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റർ എന്താണെന്ന് ചോദിക്കും, ട്രാൻസ്മിറ്റർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതേമാതിരി ഒരു ചോദ്യക്കാരി പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ ചോദിച്ചതാണ്, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് എ ഡിഫറൻസ് ഓർ വാട്ട് ഈസ് എ കോമൺ ക്യാരക്ടർ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് വേവ് ആൻഡ് റേഡിയോ വേവ്സ്. അപ്പോൾ ലൈറ്റ് വേവ് ഇതേമാതിരി വേണമെങ്കിൽ ടേബിളാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം, ലൈറ്റ് വേവും റേഡിയോ വേവ്സും അല്ലേ. റേഡിയോ വേവ്സ് എത്ര 100 തൊട്ടിട്ട് 200 MHz റേഞ്ച് വരുന്ന വേവ്സിനെയാണ് TV വേവ്സ് ആണ് കേട്ടോ. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ ടെലിവിഷന് യൂസ് ചെയ്യുന്ന വേവ്സ് റേഡിയോ വേവ്സ് ആണ്. അപ്പോൾ സ്പീഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വേവിൻ്റെ സ്പീഡ് എത്രയാണോ, 3 × 10⁸ m/s അല്ലേ. അതേമാതിരി റേഡിയോ വേവ്സിൻ്റെ വെലോസിറ്റി എത്ര തന്നെയാണ്, 3 × 10⁸ m/s ആണ്. അതെ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇപ്പോൾ റിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നത് ലൈറ്റ് വേവ്സിന് എല്ലാതും. ഇപ്പോൾ സപ്പോസ് ഈ 2 കേസായാലും എന്താ കോമൺ നേച്ചറാണ് പറയുന്നത്. ലൈറ്റ് വേവ്സ് ആയാലും റേഡിയോ വേവ്സ് ആയാലും ദി ആർ എഫക്റ്റഡ് ബൈ ദർ സറൗണ്ടിങ്സ്. ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാണ് മെയിൻ കോമൺ പോയിൻറ്റ്സ് ബിറ്റ്വീൻ ലൈറ്റ് വേവ്സ് ആൻഡ് റേഡിയോ വേവ്സ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക, എഴുതി വയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ സാറ്റലൈറ്റ് വേവ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൈറ്റ്? അപ്പോൾ സാധാരണ അതേമാതിരി ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒരു AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ബ്രോഡ്കാസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് പ്രൊപ്പഗേഷനാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. സർഫസ് വേവ് പ്രൊപ്പഗേഷൻ, ഫസ്റ്റ് ആദ്യം പഠിപ്പിച്ചില്ലേ, വേവ് പ്രൊപ്പഗേഷൻ, ഗ്രൗണ്ട് സർഫസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനില്ലേ, അതാണ് കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാറ് കേട്ടോ. റൈറ്റ്? ക്ലിയർ? ഇനി ഞങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഞാനൊന്നും അധികം കാണുന്നില്ല. ക്വസ്റ്റ്യൻ കാണുന്നതാണ് കേട്ടോ. അത് ഞാൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ പോയി കിട്ടിയതാണ്. ഓക്കെ. അതായത് a TV tower has a height of 300 meter. What is the maximum distance out of which the TV transmission can be received? അതായത് എത്ര ഡിസ്റ്റൻസിനുള്ളിൽ TV ട്രാൻസ്മിഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അറിയാലോ, T =
√2 RH അല്ലേ. ആർ നമ്മൾ സാധാരണ 6400 കിലോമീറ്ററിൽ എടുക്കാറ്, റൈറ്റ്. അപ്പോൾ 2 × R is 6400, റൈറ്റ്. ആൻഡ് H എത്ര 300 മീറ്റർ അല്ലേ. അപ്പോൾ അതിനെ ഞാൻ 300 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം, റൈറ്റ്. അപ്പോൾ ഇതാണ്ടൊക്കെ നമുക്ക് വാല്യൂ കിട്ടും, റൈറ്റ്. 1000 എന്തുകൊണ്ട് ചെയ്താൽ ഞാൻ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, റൈറ്റ്. നെക്സ്റ്റ് ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്നതാണ്, വേറെ ക്വസ്റ്റ്യൻ കൊണ്ടുപോകുന്നത്. അതേമാതിരി നമുക്ക് ആൻറ്റിനേൻ്റെ ഹൈറ്റ് 50 മീറ്ററാണ് തന്നിട്ടുള്ളത്. റേഡിയസ് ഓഫ് എർത്ത് ഇസ് ഗിവൺ ആസ് 6250 കിലോമീറ്റർ. സോ യുവർ ആസ് വാട്ട് ഇസ് ദ ഏരിയ കവേർഡ് ബൈ ഇറ്റ്. ഒത്തിരി മാറിയില്ലേ, എത്ര ഏരിയ ഉള്ള ട്രാൻസ്മിഷനാണ് നടക്കുക. അപ്പോൾ ആദ്യത്തെ മാതിരി D is equal to √2RH കണ്ടുപിടിക്കണം അല്ലേ. √2R റേഡിയസ് ഓഫ് എർത്ത് 6250 ഇൻറ്റു 50 മീറ്റർ അല്ലേ, 50, റൈറ്റ്. വേണമെങ്കിൽ ഇത് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഇതൊന്ന് 1000 കൊണ്ട് അല്ലേ, 6250 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഡീസ് വാല്യൂസ് അറൗണ്ട് 6.5 × 10⁻⁴ മീറ്റർ എന്ന് കിട്ടും അല്ലേ. ഏരിയ കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, πd² ആണ് അല്ലേ. നോക്കി, ഇതാണ് ആൻറ്റിനെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് വരെ അതിന് റേഞ്ച് ഉണ്ടെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ റേഞ്ച് വെച്ചിട്ട് അല്ലേ. നമ്മൾ സാധാരണ സർക്കിളായിട്ടാണ് ഏരിയ എടുക്കുക കേട്ടോ. സോ πd², സോ 3.14 × 2.5 × 10⁻⁴². സോ യു വിൽ ഗെറ്റ് അറൗണ്ട് 1963 കിലോമീറ്റർ സ്ക്വയർഡ് കേട്ടോ. ക്ലിയർ ആയി ഇരിക്കുന്നത്, റൈറ്റ്. ഇനി അതേമാതിരി ഒരു വേറൊരു ക്വസ്റ്റ്യൻ. A carrier wave has a peak voltage of 12 volt, right? It is used to transmit a message signal. What would be the peak voltage of the modulating signal in order to have a modulation index of 75%, right? 75% മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചോദിക്കുന്നത് ഇഫ് ദ ട്രാൻസ്മിറ്റ് ചെയ്യണ സിഗ്നൽ, അതായത് കാരിയർ വേവ് സിഗ്നൽ അല്ലേ, കാരിയർ വേവിൻ്റെ സിഗ്നലിൻ്റെ വോൾട്ടേജ് 12 വോൾട്ട് ആണെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, AM/AC അല്ലേ. അപ്പോൾ എനിക്ക് AM ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, മ്യൂ ഇൻറ്റു AC. അപ്പോൾ 75% ഇതുണ്ട്, 70/100. AC എത്രയാണ് 12. അപ്പോൾ AM ഇസ് ഈക്വൽ ടു 9 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആയാ, റൈറ്റ്. അതേമാതിരി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, വാട്ട് ഇസ് ഡിസ്റ്റിങ്വിഷ് ദ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അനലോഗ് സിഗ്നലും വരയ്ക്കണം, ഡിജിറ്റൽ സിഗ്നലും വരയ്ക്കണം അല്ലേ. ക്ലിയർ. അപ്പോൾ എന്താണ്, ഇൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ യു യൂസ് അനലോഗ് സിഗ്നൽ ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇൻ ഡിജിറ്റൽ സിഗ്നൽ യു യൂസ് വാട്ട്, ഡിജിറ്റൽ സിഗ്നൽസ്, റൈറ്റ്. അപ്പോൾ 2 ലെവൽസേ ഉണ്ടാവുള്ളൂ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ, ഹൈയും ലോയും. ക്ലിയർ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കുറച്ച് റേഞ്ച് തരാം, 10 kHz, റൈറ്റ്, 10 MHz, 1 GHz, 1000 GHz, ഇങ്ങനെ റേഞ്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, ഇതിൽ ഏത് ഫ്രീക്വൻസിയാണ് സൂട്ടബിൾ ഫോർ ബിയോണ്ട് ദ ഹോറിസോൺ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്. അതായത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ, ബിയോണ്ട് ഹോറിസോൺ എന്ന് പറഞ്ഞാൽ പുറത്തേക്കും പോകണം അല്ലേ. അപ്പോൾ നമ്മളിത് ഏത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്, ഏത് ഫ്രീക്വൻസിയാണ് മഗപ്പ് ചെയ്യാട്ടെ. 10 MHz ഫ്രീക്വൻസിയാണ് ബിയോണ്ട് അല്ലെങ്കിൽ ഫോർ ബിയോണ്ട് ഹോറിസോൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്, ലാർജ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അല്ലേ. അപ്പോൾ 10 kHz എടുത്തു വിചാരിക്കുക, അത് റേഡിയേറ്റ് ചെയ്യാൻ പറ്റില്ല എഫിഷ്യൻ്റ്ലി. എന്താ, ആൻറ്റിന സൈസ് അതിനനുസരിച്ച് റെഡിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്. അതേമാതിരി കുറേയൊക്കെ അർത്ഥത്തിൽ കുറേ പോയി അല്ലേ. എന്നാൽ 1 GHz ഒരു 1000 Hz ഒക്കെ എന്തായിരിക്കും, അയോണോസ്ഫിയറിനെ തള്ളിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകും അല്ലേ. എന്നാൽ ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയുള്ള വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ബിയോണ്ട് ഹോറിസോൺ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ അയോണോസ്ഫിയറുടെ സെക്ഷനിൽ തന്നെ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ക്ലിയർ ആയി നീയിരിക്കുന്നത്, റൈറ്റ്. ഇനി ചോദ്യം നോക്കട്ടാ. ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉണ്ട്, 81 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്, റൈറ്റ്.
ഗ്രൗണ്ട് ലെവലിലാണ് നിൽക്കണമെങ്കിൽ എത്ര സർവീസ് ഏരിയ അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ദ സർവീസ് ഏരിയ ക്യാൻ ഇറ്റ് കവർ ഇഫ് ദ റിസീവിംഗ് ആൻറ്റിന ഇസ് ഓൺ ദ ഗ്രൗണ്ട് ലെവൽ. യു ആർ ഹാവിംഗ് എ ട്രാൻസ്മിറ്റഡ് ആൻറ്റിന വിച്ച് ഇസ് 81 meter and how much service area can it cover if the receiving antenna is at the ground, right? അപ്പോൾ സെയിം ഇപ്പോൾ തന്നെ അടുത്ത ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ എന്തെയും റേഞ്ച്, അതായത് ഇതാണ് ആൻറ്റിന എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള മാക്സിമം ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ദറ്റ് ഈസ് √2RH അല്ലേ. അപ്പോൾ √2RH എന്ന് പറയുമ്പോൾ ഇവിടെ ആറിന് 6.4 കിലോമീറ്റർ 6,400 കിലോമീറ്റർ എടുക്കുക, എച്ചിന് 81 മീറ്റർ എടുക്കുക. സോ √2 ഇൻറ്റു ആറിൻ്റെ അവിടെ എത്രയാണ് 6400 ഇൻറ്റു 10⁻³ മീറ്ററിലേക്ക് അയക്കിയതാണ് കേട്ടോ. ഹൈറ്റ് 81. ഇതാണ് ഡീൻ്റെ വാല്യൂ വരുന്നത്, റൈറ്റ്. അപ്പോൾ ഏരിയ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, πd² ചെയ്യണം. സോ π ഇൻറ്റു d² ചെയ്യുമ്പോൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി കേട്ടോ. സോ യു വിൽ ഗെറ്റ് അറൗണ്ട് 3256 m² വരും. ക്ലിയർ ആയാ, റൈറ്റ്. അതേമാതിരി for an amplitude modulated wave, the maximum amplitude is found to be 10 volt while the minimum amplitude is found to be 2 volt. Determine the modulation index mu. What will be the mu if the minimum amplitude is 0 volt, right? അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എത്ര തന്നിട്ടുള്ള 10 വോൾട്ട് തന്നിട്ടുണ്ട്. മിനിമം ആംപ്ലിറ്റ്യൂഡ് എത്ര തന്നിട്ടുണ്ട്, 2 വോൾട്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇത് എഴുതി വെക്കുക കേട്ടോ. ദിസ് ഇസ് നോട്ട് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ ഐ ഹാവ് നോട്ട് ടേക്കൺ ഇറ്റ്. മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം എഴുതി വയ്ക്കുക. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വേറൊരു ഫോമുലയാണ് കേട്ടോ, റൈറ്റ്. മ്യൂ ഇസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം, റൈറ്റ്. അപ്പോൾ 10 - 2 ഡിവൈഡ് ബൈ 10 + 2 എടുത്തുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഏതാണ്ട് മ്യൂ ഇസ് ഈക്വൽ ടു 0.67 വരും, റൈറ്റ്. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ, സെക്കൻഡ് പാർട്ട് എന്താ പറയണത്, ഈ എ മിനിമം 0 ആയിരുന്നു വിചാരിക്കുക, റൈറ്റ്. വാട്ട് ഹാപ്പൻസ് വെൻ എ മിനിമം ബിക്കംസ് 0? അപ്പോൾ മുകളിലും താഴെ എ മാക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു 1 വരും അല്ലേ. അപ്പോൾ വെൻ മിനിമം ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് 0 ദ മോഡുലേഷൻ ഇൻഡെക്സ് വിൽ ബി 1. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലിയർ, റൈറ്റ്. ഇനി ഇത് എങ്ങനെ വന്നേന്ന് അറിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം സാധാരണ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ അല്ലേ. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എ എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, കാരിയർ സിഗ്നലും മെസ്സേജ് സിഗ്നലും, ഞാൻ ഈ എന്നാണ് എഴുതി പോകണല്ലേ, അത് എനർജി എന്ന് എഴുതി പോകണതാട്ടാ. മെസ്സേജ് സിഗ്നലും കാരിയർ വേവിൻ്റെ സിഗ്നലും സം ചെയ്ത് വരുമ്പോഴാണ് മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. എന്താണോ, മെസ്സേജ് സിഗ്നലിൻ്റെയും അല്ലെങ്കിൽ കാരിയർ സിഗ്നലിനായിരിക്കുമല്ലോ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ വരിക സാധാരണ. സോ AC മൈനസ് AM ആണ്, റൈറ്റ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എഴുതാം A+B/2 എന്താ വരുന്നത് നോക്കട്ടെ. A+B/2 എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് AC. സിമിലർലി A-B/2 ഇസ് ഈക്വൽ ടു AM എന്ന് കിട്ടും. ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇവിടെ AM/AC അല്ലേ ചെയ്യേണ്ടത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് കിട്ടും A-B ഡിവൈഡഡ് ബൈ A+B. ഇവിടെ A എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ആംപ്ലിറ്റ്യൂഡും B എന്ന് പറഞ്ഞത് മിനിമം ആംപ്ലിറ്റ്യൂഡും. അതിൽ നിന്നാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടായിരിക്കുന്നത്, റൈറ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, പറഞ്ഞു എന്നുള്ളൂ. ക്ലിയർ, റൈറ്റ്. ഇനി അതേമാതിരി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ്. അപ്പോൾ ഒരു ഓഡിയോ സിഗ്നൽ ഉണ്ടെന്ന് വെച്ചാൽ 32 kHz. It modulates a carrier frequency of 84 MHz and produces a frequency deviation of 96 kHz. ഇതാണ് ഡീവിയേഷൻ കേട്ടോ. യു ആർ ആസ്ക്ഡ് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് അല്ലേ. ഇത് FM ആണ് അല്ലേ, 3.2 അല്ലേ പറഞ്ഞത്, 3.2 ആണ് കേട്ടോ. FM ആണ്. ഇത് FC ആണ് അല്ലേ. ക്ലിയർ. ഇത് നമ്മുടെ ഡീവിയേഷൻ 96 kHz. ഫ്രീക്വൻസി മോഡുലേറ്റഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ μF അത് അറിഞ്ഞിരിക്കണം കേട്ടോ, റൈറ്റ്. നമ്മൾ സാധാരണ എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് പഠിച്ചിട്ടുള്ളൂ, നമ്മൾ
നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് പഠിച്ചിട്ടുള്ളൂ. പറഞ്ഞിരിക്കുക മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സ് MF ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അല്ലേ, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് തന്നെയില്ലേ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് മെസ്സേജ് സിഗ്നൽ കേട്ടോ. അഗെയിൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലും ഇല്ല, ജസ്റ്റ് ഞാൻ എടുക്കുകയാണ്. സോ 96 ദാറ്റ് ഈസ് എ ഡീവിയേഷൻ ഇൻ ഫ്രീക്വൻസീസ് ഡിവൈഡഡ് ബൈ 3.2. deviation in the frequency generated in the frequency modulated wave 96 divided by 3.2 ഏതാണ്ട് 30 ആൻസർ കിട്ടും. റൈറ്റ്. ഇനി ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ദ മോഡുലേറ്റഡ് വേവ് എന്ന് ചോദിച്ചാൽ എന്താ, നമുക്ക് എത്ര റേഞ്ച് വരെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് ചോദിക്കണത് FC ± FM ആണ്. റൈറ്റ്. FC ± FM എന്ന് പറഞ്ഞാൽ എന്താണോ, കാരിയർ വേവിൻ്റെ സിഗ്നൽ എത്രത്തോളം പ്ലസ് or minus FM ആണ് ചോദിച്ചിരിക്കുന്നത്. I hope you understood the relationship. Clear? Now നോക്കട്ടെ, ഇപ്പം നമുക്കൊരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഉണ്ടായിരിക്കുക, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് E is equal to 10 sin 5 into 10 to power 8 plus 6 sin 1000t എന്ന് തന്നിട്ടുണ്ട് വിചാരിക്കുക. ഇതിൽ നിന്ന് നമ്മളോട് കാരിയർ വേവിൻ്റെ സിഗ്നലും മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും പവർ ഡിസിപ്പേറ്റഡ് ഇഫ് ദ ലോഡ് റെസിസ്റ്റർ ഇസ് 100 ohm ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ് കണ്ടുപിടിച്ചാൽ ചോദിച്ചിരിക്കുന്നത് നോക്കി, കാരിയർ ഫ്രീക്വൻസിയാണ് ആദ്യം ചോദിക്കുന്നത്. സോ ഹൗ വുഡ് യു ഫൈൻഡ് കാരിയർ ഫ്രീക്വൻസി? അപ്പോൾ സാധാരണ ഞാനൊരു സിഗ്നലുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് അല്ലെങ്കിൽ ഇതിന് എന്നല്ല എഴുതി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ AC എന്നാണ് എഴുതി വയ്ക്കുക അല്ലേ. സോ അതിന് ഞാൻ ഇവിടെ എന്ന് തന്നെ എഴുതാം. വെച്ചാൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുലല്ലേ, സൈൻ ωCT പ്ലസ് റൈറ്റ് μF അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്. അത് നിങ്ങൾക്ക് MF എന്ന് എഴുതാം അല്ലെങ്കിൽ μF എന്ന് എഴുതാം. സൈൻ ωMT എന്ന് എഴുതാം. റൈറ്റ്. ഒരു ജനറൽ ഫോമിലേക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സം ഓഫ് ബോത്ത് കാരിയർ ആൻഡ് മെസ്സേജ് സിഗ്നൽ. അതിൻ്റെ കൂടെ എന്താ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സും കൂടി കയറി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ രണ്ട് സിഗ്നലിനെ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ്, ഈ രണ്ട് സിഗ്നലിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നത് റൈറ്റ്. അത് μC ആണെന്ന് വിചാരിക്കുക. ഇസ് ഈക്വൽ ടു ωC ബൈ അല്ലേ 2π അല്ലേ 2π μ is equal to ωC അല്ലേ. അപ്പോൾ μC ദാറ്റ് ഇസ് എ ഫ്രീക്വൻസി. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് FC എന്ന് എഴുതാം. FC is equal to ωC by 2π. അപ്പോൾ എന്താ 5 into 10 to power 8ൻ്റെ സ്ഥലത്തല്ല ωC കിടക്കുന്നത്, ഡിവൈഡഡ് ബൈ 2 into 3.14. അപ്പോൾ നമുക്ക് FCൻ്റെ വാല്യൂ 79.62 MHz നിങ്ങളുടെ കിട്ടും. റൈറ്റ്. ഇനി അതേമാതിരി നമ്മളോട് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 1000 ആണ് ωMൻ്റെ അടുത്ത്. 1000 ആണ് 100 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഒന്ന് മാറ്റി എഴുതണേ, 1000 അല്ല 100 ആണ് എടുക്കുന്നത്. റൈറ്റ്. സാധാരണ ഞാനും വിചാരിച്ചു പോട്ടെ. അപ്പോൾ അതേമാതിരി FM ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ωM ഡിവൈഡഡ് ബൈ 2π എന്ന് എഴുതാം. അപ്പോൾ എത്രയാ 100 ഡിവൈഡഡ് ബൈ 2 into 3.14. അപ്പോൾ 15.92 MHz അങ്ങോട്ട് വരും. റൈറ്റ്. ഇപ്പോൾ FCയും കിട്ടി, FM കിട്ടി. ദിസ് ഈസ് ദ മോഡുലേറ്റിംഗ് കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി. ദിസ് ഈസ് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. റൈറ്റ്. ഇതിന് മെസ്സേജ് സിഗ്നൽ എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലോ അത് തന്നെയാണ് കേട്ടോ. ക്ലിയർ? റൈറ്റ്. ഏത് സിഗ്നലിനെയാണ് നിങ്ങൾ മോഡുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇസ് നോൺ ആസ് മോഡുലേറ്റഡ് സിഗ്നൽ ഫ്രീക്വൻസി ഓർ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ള പവർ ഡിസിപ്പേറ്റഡ് ആണ്. അതായത് P പവർ ഇസ് ഈക്വൽ ടു എന്താണോ ERMS സ്ക്വയർഡ് ബൈ R അല്ലേ. അപ്പോൾ ERMS സ്ക്വയർഡ് നോക്കിയേ, അവിടെ എത്രയാണ് 10 ആണ് പീക്ക്. അപ്പോൾ അതിൻ്റെ റൂട്ട് അല്ലേ RMS സ്ക്വയർഡ് ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ 100. റെസിസ്റ്റർ 100 kilo ohm അങ്ങോട്ടല്ലേ പറഞ്ഞത്. സോ നിങ്ങൾക്ക് 0.5 watts ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ? ഇനി ഇതിലിനി അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാവുന്നില്ല. ഞാൻ 100% ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്, കുറച്ചൊക്കെ കൂടുതലും തിയറിയാണ്, പ്രോബ്ലംസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ വളരെ മാർക്ക് കുറഞ്ഞ് ക്യാരി ചെയ്യുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമേ ഇത് പഠിച്ച് വേഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലുള്ള സമയം കളയേണ്ട ആവശ്യമില്ല. സോ തിയറി ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ അതേമാതിരി നീറ്റോ എൻട്രൻസ് ഇതൊന്നും ഇതിന് അധികം എന്ന് പറഞ്ഞാൽ
റെയറായിട്ട് കൂടി വന്നാൽ ആ ടവറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതെങ്ങാനും വന്നാലായി. പക്ഷേ മിക്ക സമയത്ത് ചോദിക്കാറില്ല കേട്ടോ. റൈറ്റ്. സോ ലീസ്റ്റ് ടെൻഷൻ അടിക്കേണ്ട ചാപ്റ്റർ അത്. അധികമൊന്നും അത്ര കഷ്ടപ്പാടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറേ ഇല്ല കേട്ടാ. അപ്പോൾ കൂടുതലും മറ്റുള്ള ചാപ്റ്റേഴ്സിൽ സമയം കളയാനേ ഞാൻ പറയുള്ളൂ. ഈ ചാപ്റ്ററൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. റൈറ്റ്. ഇതൊക്കെ എനിക്കറിയുമെന്ന്. പൾസ് വിത്ത് മോഡുലേഷൻ ആ ഭാഗങ്ങളൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ഇല്ല, ഞാൻ എടുത്തതാണ്. അതേമാതിരി കുറച്ച് ടേംസ് ലാസ്റ്റ് എടുത്തില്ല തിയറി ഭാഗത്ത്, അതെല്ലാം എക്സ്ട്രാ ആയിട്ട് തരണം. ഇറ്റ് ഇസ് നോട്ട് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. സ്കിപ്പ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തില്ലേ, ആർ ഓൾ എക്സ്റ്റേണൽ ടെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ ഇത് CBSE പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കേണ്ട ചാപ്റ്റർ ആട്ടോ. നീറ്റിലൊന്നും അധികം ചോദിക്കുന്നില്ല. ക്ലിയർ?